ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ചർച്ച, എല്ലാ മീഡിയയിലും ചർച്ച നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ചാണ്. അള്ളാഹുർക്ക് ദീർഘായുസ്സ് നൽകട്ടെ. അതിൽ ഈ ഉമ്മത്തിന് അഭിമാനിക്കണം. കാരണം ആലിമീങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. എല്ലാ ആളുകളും, എല്ലാ പത്രക്കാരും, എല്ലാ രാഷ്ട്രീയ നേതാക്കളും സാമുദായിക നേതാക്കളും അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ്. കാരണം നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ വിഷയത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് ആ വിഷയത്തിൽ കൃത്യമായി എഴുതി ചേർക്കുകയും എടുക്കേണ്ട തീരുമാനം കൃത്യമായി സമയബന്ധിതമായി എടുക്കുകയും യമനിലെ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ബിൻ ഹഫീൽ ബഹുമാനപ്പെട്ടതാകുന്ന തവ്വലല്ലാഹു അംറ ബഹുമാനപ്പെട്ടവരുടെ സൗദത്തിലേക്ക് ഫാക്സ് അയച്ച് വിവരമറിയിച്ച് തെര്യപ്പെടുത്തി യമനിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനായ ഉമർ ബിൻ ഹഫീൽ ബഹുമാനപ്പെട്ടവർ മുഖേന അവിടുത്തതാകുന്ന ചീഫ് ജഡ്ജസിനെയൊക്കെ വിളിച്ചുകൊണ്ടൊരു വലിയതാകുന്ന ചർച്ച രൂപാന്തരപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിമിഷപ്രിയ എന്ന സഹോദരിയുടേതാകുന്ന വധശിക്ഷയെ റദ്ദാക്കിക്കൊണ്ടുള്ളതാകുന്ന ഫാക്സാണ് തിരിച്ചു വന്നത്. എത്ര വലിയ ഇടപെടലാണ്! ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്താനുള്ളതാകുന്ന വിഷയം വന്നതാണ്. ഇല്ലെങ്കിൽ തീർപ്പായേനെ, കാര്യം തീർപ്പായേനെ. ആ തീർപ്പാകുന്ന ഡേറ്റിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇന്ത്യയിലെ ഗവൺമെന്റിന് പോലും സ്വാധീനിക്കാൻ പറ്റാത്ത നിലയിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെതാകുന്ന നിയമവ്യവസ്ഥകൾ എത്തി നിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധമായ ശരീഅത്തിന്റെ മതവിധികൾ പറഞ്ഞ് ജിനായത്തിന്റെ വിഷയം പറഞ്ഞ് ക്രിമിനൽ മൈൻഡ് വെച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന ആളുകളോട് ഇസ്ലാമികപരമായി കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ നിങ്ങൾക്ക് ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി അവരെ രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ എന്നുള്ള വിഷയം അവരെ തെര്യപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് അത്തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കണേ എന്ന് പറഞ്ഞ് യമനിലെ സൂഫി പണ്ഡിതന്മാരോട് ചർച്ച ചെയ്ത് ആ വിഷയത്തിൽ മുഫ്തി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇടപെട്ടു. ആ വിഷയത്തിൽ വലിയ റാഹത്താകുന്ന വിധിയാണ് ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും അടക്കമുള്ള എല്ലാ മഹത്തുക്കളാകുന്ന ആളുകളും രാഷ്ട്രീയ പ്രമുഖരും സാമുദായിക നേതാക്കളും എല്ലാവരും ആ വിഷയത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നടത്തിയുണ്ടായി. നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണമല്ലോ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നസീബാക്കട്ടെ. കാരണം ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ സമൂഹത്തിൻ്റെ ഇസ്സത്താണ്, സമൂഹത്തിൻ്റെ ഇസ്സത്താണ് അവിടെ ഉയർത്തിക്കാട്ടുന്നത്, മറ്റൊന്നുമില്ല. ആ വിഷയത്തിൽ എല്ലാവരും ഇസ്സത്തായി. എന്തുകൊണ്ട്? ഖുർആൻ പറയുന്നുണ്ട്, പ്രവാചകരുടെ അധ്യാപനം അത് തന്നെയാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹുവിൻ്റെ സഹായം ഒരു വ്യക്തിയിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, ആ വ്യക്തി മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അദ്ദേഹം നടത്തിയതാകുന്ന പത്രസമ്മേളനം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ ചെയ്തത് മനുഷ്യത്വം പരിഗണിച്ചിട്ടാണ്. മനുഷ്യനാണ് എന്നുള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കണമല്ലോ. ആ പരിഗണിക്കൽ മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തുള്ളൂ എന്നുള്ളതാണ്. അതൊരു വലിയ വാക്കാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ കോറിയിടേണ്ട, സമൂഹത്തിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വചനമാണ് ആ വചനം. മനുഷ്യത്വത്തെ പരിഗണിക്കുന്ന വസ്തുത ഇന്ന് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോയി. കുടുംബങ്ങൾ തന്നെ ഇല്ലാതായി പോയി. സ്വാർത്ഥതയുടെ മതിൽക്കെട്ടുകൾ കൊണ്ട് നിലകൊള്ളുന്ന തലത്തിലേക്ക് ഇന്നത്തെ തലമുറ എത്തിപ്പോയി. സ്വന്തം സഹോദരനെ, സ്വന്തം സഹോദരിയെ അവൻ ഇല്ലാതാകണം, സാമ്പത്തികമായി ഇല്ലാതാകണം, ശാരീരികമായി ഇല്ലാതാകണം, മാനസികമായി തളർത്തപ്പെടണം. എനിക്കുള്ളതാകുന്ന സമ്പത്തിൻ്റെ അടിത്തറ മറ്റൊരുത്തന് ഉണ്ടാവരുത്, അവൻ നശിച്ച് കാണണമെന്നുള്ള ചിന്ത സ്വാർത്ഥ ലോകത്തിൻ്റെ ചിന്തയിലേക്ക് ഇന്ന് ജനങ്ങൾ എത്തിപ്പെടുകയാണ്. അവിടെയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്ക് പ്രമേയമാകുന്നത്. തൻ്റെ സമ്പത്ത് മുഴുവനും മറ്റുള്ളവർക്ക് സമർപ്പിച്ച് തൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ നിലകൊണ്ടു. സ്വഹാബത്ത് മുഴുവനും അങ്ങനെ തന്നെയാണ്. അവർ മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി പരിപൂർണമായി നിലകൊണ്ടു. അള്ളാഹു നമുക്ക് സമാധാനം നസീബാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള പ്രവണത വരണം. പ്രവാചകൻ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും പരിപൂർണമായ സത്യവിശ്വാസിയാകില്ല. ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യം നിന്റെ സഹോദരന് കൂടി പ്രിയം വെക്കുക. അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ നീയും അറിയുക, നിനക്കിഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് നൽകുക, അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക. ഏറ്റവും വലിയ പ്രവർത്തനം അതാണ്. ഒരു സഹാബി വര്യൻ പ്രവാചകന്റെ ചാരത്ത് വന്നുകൊണ്ട് ചോദിക്കുന്നു, നബിയെ, ഏറ്റവും വലിയതാകുന്ന ജനങ്ങളിൽ ശ്രേഷ്ഠനാരാണ്? അയ്യുന്നാസി അൻഫഉ,
അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ ഏതാണ്? വഅയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലും ഏതാണ്? രണ്ട് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാകുന്ന അമൽ അഹബ്ബുന്നാസി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന വ്യക്തി ആരെന്നറിയുമോ? അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവനാണ്, അവർക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. വാക്ക് ശ്രദ്ധിക്കണം, അവിടെ മതം നോക്കേണ്ടതില്ല. അവിടെ ഏത് മതക്കാരനാണ് ഏത് മനുഷ്യനാണെന്ന് നോക്കലല്ല, മനുഷ്യത്തെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവൻ. അതെല്ലാം പഠിപ്പിച്ചത്. അയൽവാസി പട്ടിണി കിടക്കുകയാണെങ്കിൽ അവൻ്റെ പട്ടിണി മാറ്റിയിട്ടേ നീ ഭക്ഷണം കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നീ യഥാർത്ഥ മുസ്ലിമല്ല. പ്രവാചകന്റെ അധ്യാപനമാണ്. അവിടെ അയൽവാസി മുസ്ലിമാണോ അമുസ്ലിമാണോ നോട്ടമില്ല, എല്ലാവരും ഉൾപ്പെട്ടു. നിന്റെ വീടിൻ്റെ പരിസരത്തുള്ള 40 വീടുകൾ ആ അയൽവാസികളുടേതാകുന്ന ഭാഗത്ത് ഉൾപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടോ സഹോദരങ്ങളെ? ജനങ്ങളിൽ ഏറ്റവും പ്രയോജനം ചെയ്യുന്നവൻ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ, അവനെയാണ് ആർക്കിഷ്ടം? അള്ളാഹ്ക്ക് ഇഷ്ടം. ഹദീസാണ്. ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ഒരു സഹാബി ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി, അവർക്ക് നല്ല പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. വീണ്ടും ചോദിക്കുന്നു, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവണത ഏതാണ്? അള്ളാഹുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണെന്ന് പറഞ്ഞു. ഇനി അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന അമൽ സുറൂറുൻ തുദ്ഖിലുഹു അലാ ഖൽബിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നീ സന്തോഷം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതേറ്റവും വലിയതാകുന്ന അമലാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഒരു മോമിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിനക്കൊരു സന്തോഷം പകരാൻ, നീ മുഖേന മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ നന്മ മറ്റൊന്നുമില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. തീർന്നില്ല, നബി തങ്ങൾ പറയുന്നു, നീ ഒരു പാവപ്പെട്ടവന്റെ വിശപ്പടക്കിയാലും നിനക്ക് നന്മയാണ്. തീർന്നില്ല, ഒരാളുടെ കടം വീട്ടാ നീ നിലകൊണ്ടാൽ, ഔ തഖ്ലീ ദൈനൻ, ഒരു കടക്കാരനായ വ്യക്തി അവന്റെ കടം നീ വീട്ടി കൊടുത്താലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ്. എന്നിട്ട് പ്രവാചകൻ വീണ്ടും പറയുകയാണ്, വല അൻ അംശി മഅ അഖില്ലി ഫീ ഹജത്തിൻ, എൻ്റെ ഒരു സഹോദരനെ സഹായിക്കുവാൻ അവനോടൊപ്പം ചേർന്ന് നടക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അഹബ്ബു ഇലയ്യ മിൻ അൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി യഅനി അൽ മസ്ജിദ് അൽ മദീന, എൻ്റെ ഈ മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ, ഭജനമിരുന്നു കൊണ്ട് പടച്ച റബ്ബിലേക്ക് ഇബാദത്തിൽ മുഴുകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമേതെന്നറിയുമോ? എൻ്റെ ഒരു സഹോദരനോടൊപ്പം അവൻ്റെ വിഷയത്തിൽ ഇടപെട്ട് അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ നടക്കലാണ്. അതാണ് ഏറ്റവും കരണീയമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഈ പ്രവർത്തനമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. മറ്റൊരാളെ സഹായിക്കാൻ അവന് വേണ്ടി നിലകൊള്ളുക, അതാണ് ഉസ്താദിൻ്റെ പ്രവർത്തനത്തിലൂടെ ഉണ്ടായിത്തീർന്നത്. അത് ചെറിയ കാര്യമല്ല, ഈ സമുദായത്തിന് വലിയ ഇസ്സത്താണ്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള സുഹൃതങ്ങൾ, നന്മകൾ, മതം നോക്കാതെ മറ്റുള്ള വിഷയത്തിലൊക്കെ ഇടപെടുന്നവർ, വർഗീയതയുടെ വാക്കുകളല്ല ഈ സമുദായത്തിൻ്റെ ആളുകൾ. ചില ആളുകൾ മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. എപ്പോഴും അവർ വർഗീയതയുടെ ആളുകളാണ്. അവർ ഇപ്പോഴും പറയുന്നവരുണ്ടല്ലോ, ഉസ്താദ് ഇത്രയും കാലം എവിടെയായിരുന്നു, എന്നാൽ പിന്നെ ഇവർ കുറേ നാളായില്ലോ, അങ്ങനത്തെ വർത്തമാനം. അവിടെയും അശ്ലീല ചുവയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകൾ സ്വാഭാവികമാണ്, അത് എല്ലാ കാലത്തും ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള നന്മകൾ ശ്ലാഘനീയമാണ്. അതൊക്കെ ഉലമാക്കളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനൊക്കെ അംഗീകരിക്കാനുള്ള മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.
പ്രിയമുള്ള മുസ്ലിം സഹോദരങ്ങളെ, അത്തരത്തിലുള്ള നന്മകൾ നമുക്കുമുണ്ടാവണം. ആ പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമ്മുടെ അയൽപക്കങ്ങളിലുള്ള സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് പരസ്പരം സ്നേഹം കൈമാറിയിരുന്നത്, പെരുന്നാളിൻ്റെ സുദിനത്തിൽ നമ്മൾ അല്പം ഭക്ഷണം അങ്ങോട്ട് നൽകിയിരുന്നത്, അവരുടെ ഓണത്തിൻ്റെ ദിവസത്തിൽ അവരല്പം പായസം വെച്ച് ഇങ്ങോട്ട് നൽകിയിരുന്നത്, അതൊക്കെ ആ പഴയ സൗഹൃദത്തിൻ്റെതാകുന്ന അയൽപക്ക ബന്ധങ്ങളുടെ ശാക്തീകരണത്തെ ഉപകരിക്കുന്നതാണ്. അത് അതേപോലെ തന്നെ നിലനിൽക്കുന്ന ഒരവസ്ഥ വരണം. നമ്മുടെ മക്കളുടെ കൂട്ടുകാർ, നമ്മുടെ പഴയ കളിക്കൂട്ടുകാർ, അവരുമായിട്ടുള്ള ആ സൗഹൃദ ബന്ധങ്ങളൊക്കെ കൃത്യമായി നമ്മൾ നിലനിർത്തി പോരണം. അതിനൊക്കെ പരിശുദ്ധമായി ഇസ്ലാമിൻ്റെതാകുന്ന ചിട്ടവട്ടങ്ങൾ കൂടി വേണം. നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുത് ഒരു പ്രവണതയും. അനാവശ്യമാകുന്ന അശ്ലീല ചുവയുള്ളതാകുന്ന ആഘോഷപ്പൊലിമകളിലേക്ക് എത്തിപ്പെടാനും പാടില്ല. കാരണം നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു പുതുവർഷത്തിലാണ്. 1447 ഹിജറയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. തിന്മയിൽ നിന്നൊക്കെ പരിപൂർണമായി വിഭാടനം ചെയ്ത് നന്മയുടെ വഴിത്താരയിലേക്ക് നടന്നു നീങ്ങുന്നവരായി നമ്മൾ പോകണം. ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് നന്മയുടെ വഴിത്താരയിലേക്ക് നടക്കുന്നവരായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിനാകണം നമ്മുടെ പുതുവർഷം. ഇതുവരെ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് ഇനിയൊരു പുതിയ ജീവിതം റബ്ബിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് തൗഫീഖ് കിട്ടണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. ഈ സൂറത്ത് പതിവാക്കിയാൽ സമർത്ഥ്യലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസി ഓദിക്കോ ഖുബൈലൽ മഗ്രിബി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുടങ്ങാതെ ഓതേണ്ട ഒരു സൂക്തമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതൊക്കെ അമലിനുള്ളതാണ്. ഈ പറഞ്ഞത് വന്നതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണേ. ചെയ്താൽ ഗുണങ്ങൾ കിട്ടും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം വേണം. അതുപോലെ രാത്രികൾ ഉറങ്ങുന്നതിന് മുമ്പും വേണം. അതിന് സമയം കണ്ടെത്തണം. കിടക്ക വിരിക്കുന്നതിന് മുമ്പായി തന്നെ അത് ചെയ്തു വെക്കണം. എല്ലാ ദിവസവും മഗ്‌രിബിന് തൊട്ട് മുമ്പ് സൂറത്തു ശംസ് ഓതണം. നമ്മളൊരു വഅലിൻ്റെ മജ്‌ലിസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും കിട്ടണം. അതിലാണ് കാര്യം. അല്ലാതെ നമ്മൾ കുറേ ഒച്ചപ്പാടുണ്ടാക്കി കാര്യം കൊണ്ട് സദസ്സ് കൊണ്ട് വിജയിക്കണ്ടേ. ഇതൊക്കെ അമൽ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള സമയങ്ങളും ഇനി കുറവാണ്. വയസ്സിപ്പോൾ 70 കഴിഞ്ഞു, 60 കഴിഞ്ഞു, 50 എത്തി, 45 പിന്നിട്ടു, 30ലേക്ക് കാരൂന്നിയവർ, 25ലേക്ക് എത്തിയവർ ഒക്കെ ആളുകളുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമ്മൾ മരിക്കാം. അള്ളാഹു നല്ല മരണം സാധ്യമാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പഠിച്ചു വെക്കണേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകൾ ഹയാത്താക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കൽ നിർബന്ധമാണ്. പ്രവാചകരുടെ തിരുസുന്നത്തുകളൊക്കെ നമ്മുടെ മക്കൾക്ക് കൊണ്ടുവരണം. നല്ല ശീലങ്ങൾ നമ്മുടെ മക്കൾക്ക് നടപ്പിൽ വരുത്തണം. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഖ്നസ് ബിൻ ശരീഖ് എന്ന് പറയുന്നതായ മുനാഫിഖിന്റെ കപടവിശ്വാസിയുടെ ചരിത്രം പറയുകയാണ്. وَمِنَ النَّاسِ مَن يُعْجِبُكَ قَوْلُهُ فِي الْحَيَاةِ الدُّنْيَا
ويشهد الله على ما في قلبه وهو ألد الخصام وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد وإذا قيل له اتق الله وإذا قيل له اتق الله أخذته العزة بالإثم فحسبه جهنم ولبئس المهاد. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തടുത്ത ആയത്തിലൂടെയായി രണ്ടുപേരുടെ ചരിതം ലോകരെ പഠിപ്പിക്കുകയാണ്. ഒന്ന് ഏറ്റവും വലിയ കപടവിശ്വാസിയാണ്, രണ്ടാമത്തത് ഏറ്റവും ഉന്നതനായ മുഅ്മിനാണ്, സ്വഹാബിയാണ്. ഒന്നാമത്തെ ചരിത്രം അല്ലാഹു പറയുന്നത് അഖ്നസ് ബിൻ ശരീക്കിന്റെ വിഷയത്തിലാണ്. ومن الناس من يعجبك قوله في الحياة الدنيا. മനുഷ്യരിൽ ചില ആളുകളുണ്ട് അല്ലാഹു പരിചയപ്പെടുത്തുന്നു, ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി ഉത്ബോധനം നടത്തുകയാണ്. യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തി ദുനിയാ. ദുന്യവിയായ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ ജനങ്ങളെ പറഞ്ഞ് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന വർത്തമാനമാണ്, നാവിട്ടുകൊണ്ട് അടിക്കുകയാണ്. വലിയ ഭാഷാശുദ്ധിയുള്ള ആളായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബി. അവന്റെ ഹൃദയത്തിലുള്ളതാകുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനെ കൊണ്ട് തന്നെ സത്യം ചെയ്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവൻ വിളിച്ചു പറയും. വഹുവ അലദ്ദുൽ ഖിസാം. അവൻ ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്യുന്നവനാണ്, ഏറ്റവും വലിയ തെമ്മാടിയാണ്, മോശപ്പെട്ടവനാണ്. അവൻ ഏറ്റവും വലിയ തർക്കക്കാരനാണ്, വലിയ പ്രയാസമുണ്ടാക്കുന്നവനാണ്. അള്ളാഹ് പറയാണ് നമ്മുടെ ദുനിയാവിലുണ്ട് അങ്ങനെ. നാവ് കൊണ്ടിങ്ങനെ കളവ് പറഞ്ഞിട്ട് ആളുകൾക്ക് മുന്നിൽ അഭിമാനിക്കുന്നതായ ആളുകൾ, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുനിയാവിൻ്റെ വിഷയത്തിലൊക്കെ ഗീർവാണം മുഴക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് വർത്തമാനം പറയുന്ന ആളുകൾ എന്നുമുണ്ടാകും. അങ്ങനെ മുമ്പുണ്ടായ ഒരു വ്യക്തിയെ കുറിച്ച് ഖുർആൻ പറയുന്നു, അഖ്നസ് ബിൻ ശരീഖ് എന്നാണ് അവൻ്റെ പേര്. അവനെപ്പോലെ നിങ്ങൾ ആവരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മളൊക്കെ ആക്കുമാറാവട്ടെ. എനിക്ക് കുറേ ഇതുണ്ട്, സ്വത്തുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. കേട്ടിട്ടില്ലേ ചില ആളുകൾ പള്ളി വന്നിരുന്നാൽ നിസ്കാരം കഴിഞ്ഞ് ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് കഥ പറച്ചിലാണ്. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് കുതിര ഉണ്ടായിരുന്നു, എന്നെ ഒട്ടക്ക ഹാജി എന്നാണ് അറിയപ്പെടുന്നത്, ആദ്യമായി കാസർഗോഡ് ഒട്ടകം കൊണ്ടുവന്ന് അർത്ഥത് ഞാനാണ്. ഉദാഹരണം പറയാം, ഇങ്ങനെ കഥ അടിച്ചുകൊണ്ടിരിക്കും. വിടലോടെ വിടൽ, തള്ളലോടെ തള്ളൽ, ഇങ്ങനെ ദുനിയാവിൻ്റെ വിഷയത്തിൽ സത്യം ചെയ്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവമായിട്ട് ജനങ്ങൾക്ക് മുന്നിലിടും. വഹുവ അലദ്ദുൽ ഖിസാം. അള്ളാഹ് പറയുന്നു അവനെ വിശ്വസിക്കരുത്. അവൻ അങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നതായ ആളാണ്. അവൻ്റെ പ്രവർത്തനം എന്താ, ശൈലി എന്താ? പള്ളിയിൽ വന്നിട്ട് പറയും ഞാൻ അങ്ങനെയാണ്, ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക, ഞാൻ പള്ളിക്ക് അങ്ങനെ കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വാഗ്ദാനമൊക്കെ ചെയ്തിട്ട് പോകും. എന്നിട്ടോ അവൻ ജനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പിന്തിരിഞ്ഞാൽ ഭൂമിയിൽ അവന് പരിശ്രമിക്കുന്നത് പെറ്റുപെരുകുന്ന ജീവികളടക്കം, ഭൂമിയിലുണ്ടാകുന്ന കൃഷികളടക്കം സർവ്വതിനെയും നശിപ്പിക്കുന്ന പ്രവണതയാണ് അവർ ചെയ്യുന്നത്. ഈ സമുദായത്തിന് ദോഷകരമാകുന്ന പ്രവണത അവരിൽ നിന്ന് പരസ്യമായിട്ടുണ്ടാവുകയാണ്. പള്ളിക്ക് വേണ്ടി ഇത് ചെയ്യാം അത് ചെയ്യാം, നാട്ടുകാരെ സഹായിക്കാം, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവൻ്റെ പ്രവർത്തനമോ നേരെ പള്ളിക്കാർക്ക് എതിരിൽ, ദീനിന് എതിരിൽ ശബ്ദിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ. അവൻ പുറത്തിറങ്ങിയിട്ട് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവനാണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവനാണ്. അള്ളാഹ് പറയുന്നു സഅഫിൽ അർള്,
ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർഫ വന്നസ്ൽ. എല്ലാ കൃഷിയെയും പെറ്റുപെരുകുന്ന ജീവികളടക്കം എല്ലാത്തിനെയും നശിപ്പിക്കുന്ന പ്രവണത ചെയ്തുകൊണ്ട് നടക്കുന്നവനാണ്. സമൂഹത്തിൽ ഒരു ഗുണവുമില്ല അവനെ കൊണ്ട്. ചെറുപ്പക്കാരെയൊക്കെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്നവൻ, ലഹരിക്കടിമപ്പെടുത്തുന്ന ആളുകൾക്ക് മുന്നിൽ വലിയ നല്ലവനായി ചമഞ്ഞ പള്ളിയിൽ വന്ന് നിസ്കാരമൊക്കെ കാണിക്കും. പിന്നീട് അവൻ്റെ വെളിയിലുള്ള പ്രവർത്തനമോ ഏറ്റവും നിഷേധിയായ പ്രവർത്തനമാണ്, ഏറ്റവും നിഷിദ്ധമായ പ്രവർത്തനമാണ്. ബക്കറ്റൊന്നും കൊണ്ടുവന്നോളെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദക്ക ബക്കറ്റൊന്നും ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ സദക്കകളെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. നമുക്കൊക്കെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ സദക്ക ചെയ്യാൻ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു വലിയ ഉദ്ദേശം നമ്മുടെ ജമാഅത്തിനുണ്ട്. അതിന്ന് പിരിവിലേക്കും മറ്റൊന്നിലേക്കും പോകാനോ അല്ല, മറിച്ച് ഉണർത്തലാണ്. ആ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമ്മുടെ ജമാഅത്തിനൊരു സ്ഥിരമായ വരുമാനം എന്ന നിലയ്ക്ക് നമുക്കുള്ള സ്ഥലത്ത് നല്ല റാഹത്തായിട്ടൊരു 6 ഫ്ലാറ്റ് പണിയണം. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിലേക്ക് ഇൻഷാ അല്ലാഹ് 1 സ്ക്വയർ ഫീറ്റിന് 1700 രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. കമ്മിറ്റി ഭാരവാഹികൾ ആ നിലയ്ക്കാണ് ഇൻഷാ അല്ലാഹ് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കമ്മിറ്റിക്കാർ ഇൻഷാ അല്ലാഹ് നിങ്ങളെയൊക്കെ സമീപിക്കും. നിങ്ങളുടെ വീടുകളെ സമീപിച്ചു വന്ന് ഈ വിഷയവുമായി നിങ്ങളെ തെര്യപ്പെടുത്തിക്കൊണ്ട് ഉണർത്തുമ്പോൾ കാര്യഗൗരവത്തോടുകൂടിയുള്ള വിഷയമാണെന്ന് കണക്കാക്കി നല്ല ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. കാരണം എല്ലാ മഹല്ലുകളും സ്വന്തമായി തന്നെ നിലനിൽപ്പുകൾ ആഗ്രഹിക്കുകയും അങ്ങനെ നിലനിൽപ്പിലേക്ക് എത്തിപ്പെടുകയും ചെയ്യേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. പഴയ കാലഘട്ടം പോലെ മാസവരി 150 രൂപ, മാസവരി 50 രൂപ, അതൊക്കെ പോയി. അതൊക്കെ അന്ധകാലഘട്ടമാണ്. ഇനി അതൊക്കെ ചോദിച്ചുകൊണ്ട് വന്നാൽ പുതിയ തലമുറകൾ ഓടിക്കും. കാരണം എന്താ? പുതിയ തലമുറ ദീനില്ലാത്തൊരു തലമുറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരീശ്വരവാദം വളർന്നുകൊണ്ടിരിക്കുന്നു, യുക്തിവാദം വളർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനിനെ സംരക്ഷിക്കാൻ ആളുകൾ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലേക്ക് പോകുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്ത് വേണം? മഹല്ലിൻ്റെ സുസ്ഥിരതയ്ക്ക് നമ്മുടെ പള്ളി മിനാരങ്ങളിൽ മുഴങ്ങുന്ന ബാങ്കുകൾ അതങ്ങനെ മുഴങ്ങിക്കേൾക്കാൻ, നമ്മുടേതാകുന്ന മദ്രസകൾ അത് മനോഹരമായ നിലയിൽ അത് നിലനിൽക്കാൻ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും പള്ളി ദറസുകളും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ അതിനുപയുക്തമാകുന്ന നിലയ്ക്കുള്ളതാകുന്ന നല്ല ഒരു ഫീഡ്ബാക്ക് നമുക്ക് സാമ്പത്തികമായിട്ടുണ്ടായിട്ടില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഫ്ലാറ്റിൻ്റെ വിഷയത്തിൽ ഗൗരവമായി കാണണം. സാധാരണ പള്ളികളിലൊക്കെ സ്ഥലം ഏറ്റെടുക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്ക് സ്ഥലമുണ്ട്. ഇനി അവിടെ ഫ്ലാറ്റുകൾ പണിതാൽ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വളരെ മനോഹരമായ നിലയിൽ നടക്കും. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ, അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇൽമിൻ്റെ മജ്ലിസിലേക്കുള്ള ചായ വിതരണം മരണപ്പെട്ടു ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങളുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി സംഭാവന നൽകിയിട്ടുള്ളതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്കൊരു 5 മിനിറ്റ് കൂടി പറയൂടെ. കറക്റ്റ് 11 ആകുമ്പോൾ നിർത്താം. പോരെ? നേരത്തെ നിർത്തണം. അപ്പം എല്ലാവരും ഇൻഷാ അല്ലാഹ് ആ സദഖ എല്ലാവരും നല്ല നിയ്യത്ത് വെച്ച് കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. കാലവിപത്തുകളിൽ നിന്ന് അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളെ എല്ലാ വിപത്തുകളിൽ നിന്നും നീ സലാമത്ത് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ ആരെല്ലാം ഏതെല്ലാം നിലയ്ക്ക് സംഭാവനകൾ പറഞ്ഞവരുണ്ടോ അവരുടെ സംഭാവനകളെ സ്വീകരിക്കണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ മജ്ലിസിൽ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ സർവ്വ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നോക്കൂ, നിങ്ങൾ അഖ്നസ് ബിൻ ശരീഖ് എന്ന ഈ മനുഷ്യനെ പറ്റി അല്ലാഹു ഖുർആനിൽ വീണ്ടും പറയുകയാണ്. وَإِذَا قِيلَ لَهُ اتَّقِ اللَّهَ أَخَذَتْهُ الْعِزَّةُ بِالْإِثْمِ فَحَسْبُهُ جَهَنَّمُ
വലബിഅസൽ മിഹാദ്. അവനോട് പറയപ്പെടുകയാണ്, ഇങ്ങനെ ആളുകൾക്ക് മുന്നിൽ രണ്ട് മുഖഭാഗവുമായി നീ നടക്കല്ലേ. വിശ്വാസികളുടെ മുന്നിൽ വന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്ന് പറയുകയും ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് വലിയ ആയത്തുകൾ ഓതി സംസാരിക്കുകയും എന്നാൽ പുറത്തിറങ്ങിക്കൊണ്ട് അശ്ലീലത ചുവയുള്ളതാകുന്ന സംസാരങ്ങളും അത്തരത്തിലുള്ള പ്രവണതകളും നടത്തിക്കൊണ്ടുള്ള ഈ മുനാഫിക്കിന്റെ പ്രവണത നീ നിർത്തണേ. വഇദാ ഖീല ലഹു തഖില്ലാഹ്, നിന്റെ ഈ അശ്ലീലമാക്കപ്പെട്ട പ്രവണതകൾ, നിന്റെ ഈ സംസാരം, നിന്റെ ഈ ബീഡിവലി, നിന്റെ ഈ ലഹരിയുടെ ഉപയോഗം, ഈ ഹറാമായ തരത്തിലേക്കുള്ള നിന്റെ നോട്ടം, നിന്റെ ഇരുത്തം, നിന്റെ കിടത്തമൊക്കെ നീ ഒന്ന് മാറ്റണേ എന്ന് അവനോട് പറയപ്പെട്ടാൽ അവന് കുറ്റബോധം പിടികൂടുകയല്ല, മറിച്ചൊരു ദുരഭിമാനമാണ് അവനെ പിടികൂടുക. അവനെ ഉപദേശിക്കാൻ ഒരാളും അർഹതയില്ല എന്ന നിലയ്ക്ക് അവൻ വലിയ ഗരിമ നടിച്ചുകൊണ്ട് നടക്കുകയാണ്. അത് കാരണമായ ഖുർആൻ പറയുകയാണ്, അവന് നരകമാണ് അവന് എത്തിപ്പെടുന്നത് ഫബിഇസൽ മിഹാദ്, ഏറ്റവും മോശപ്പെട്ടതാകുന്ന അഭയ കേന്ദ്രത്തിലേക്കാണ്. മഅവാഹു ജഹന്നം, അവന് കത്തിച്ചുരിക്കുന്ന നരകം അല്ലാഹു സമ്മാനിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ഇന്ന് നടക്കുന്ന തോന്നിവാസങ്ങൾ അധികം അങ്ങനെയാണ്. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഹാജിയാരാണ്, ഞാൻ 5 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതല്ലാതെ അമലുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല, 000. അള്ളാഹു മുളക്കാക്കട്ടെ. വണ്ടി വർത്താനം ആദ്യം നിർത്ത്, ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് നടക്കണ്ട. എന്നിട്ടോ ഒരു മനുഷ്യനെ കണ്ടു പഠിക്ക്. ആരാണത്? അത് പഠിക്കേണ്ട മനുഷ്യൻ തന്നെയാണ്. ഖുർആൻ പറയുന്നു, മഹാനാകുന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കത്തുൽ മുക്കറമയിലേക്ക് വന്ന് പ്രവാചകന്റെ തൃക്കരം പിടിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു മക്കയിൽ വന്നുകൊണ്ട് രത്നവ്യാപാരം നടത്തി വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കവേ അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ മുഴുവനും അദ്ദേഹത്തെ വന്നുകൊണ്ട് തടയുകയാണ്. ഒട്ടകപ്പുറത്ത് വന്നുകൊണ്ട് കാബയുടെ പരിസരത്ത് വന്നിട്ട് കാബയോട് സലാം പറഞ്ഞുകൊണ്ട് വിടവാങ്ങലിന് വേണ്ടി വന്ന സമയത്ത് മുശ്രിക്കീങ്ങൾ വന്നുകൊണ്ട് അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് പോകാൻ പറ്റില്ല സുഹൈബേ, നീ പോകണമെങ്കിൽ സമ്പത്ത് മുഴുവനും നീ ഇവിടെ നിന്നുണ്ടാക്കിയ സർവ്വസമ്പാദ്യവും ഈ നാട്ടിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകൽ നിർബന്ധമാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു വാളെടുത്തുകൊണ്ട് നിലകൊള്ളുകയാണ്. എന്നെ ആരാണ് തടുക്കാനുള്ളത്? ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഈമാൻ വർദ്ധിക്കുന്നു. അദ്ദേഹത്തിന് എന്തോ ഒരു ഉൾവിളി കിട്ടിയതുപോലെ ബഹുമാനപ്പെട്ടവരെ പറയുന്നു, എന്നെ നിങ്ങൾ പച്ചയായിട്ട് എന്നെ പരിശുദ്ധമാക്കപ്പെട്ടതായ മദീനയിലേക്ക് വിടുകയാണ്. എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിയ സർവ്വസമ്പാദ്യവും നിങ്ങളിതാ പിടിച്ചു വെച്ചാലും എനിക്ക് പ്രശ്നമല്ല. എനിക്കെൻ്റെ ഹബീബിനെ കാണണം. കാരുണ്യത്തിൻ്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ പ്രവാചകന്റെ ചാരത്തേക്ക് പോകാൻ എനിക്ക് യാതൊരുവിധ വിഷമവുമില്ല, പ്രയാസവുമില്ല. അന്നവരെ ജീവിതത്തിൽ മക്കയിൽ വന്നുകൊണ്ട് ഒരുമിച്ച് കൂട്ടിയ സർവ്വസമ്പാദ്യവും കോടിക്കണക്കിന് സമ്പത്ത് മുഴുവനും തൻ്റെതാകുന്ന നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയാണ്, മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോയാണ്. ആർക്കാണ് കൊടുത്തിട്ട് പോകുന്നത്? മുശ്രിക്കീങ്ങൾക്കാണ്. ഏതെങ്കിലും മുസ്ലിമിനല്ല കൊടുക്കുന്നത്, ഏതെങ്കിലും സഹോദരനോ ബന്ധുക്കൾക്കോ കൂട്ടുകുടുംബാദികൾക്കോ അല്ല വീതിക്കുന്നത്. ആർക്കാണ് വീതിച്ചു കൊടുക്കുന്നത്? അത് മക്കയിലെ മുശ്രിക്കീങ്ങൾക്കാണ്. നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാ, ഞാനിതാ മദീനയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വെറും കൈയോടുകൂടി മദീനയിലേക്ക് ചെല്ലുന്നു മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു.
ഒരായുസ് മുഴുവനും ചോര നീരാക്കി മക്കയിലെ മരുഭൂമിയിൽ കിടന്ന് പണിയെടുത്ത് കിട്ടിയ കോടിക്കണക്കിന് സ്വത്ത് മുഴുവനും വിശ്വാസത്തിൻ്റെ പേരിൽ മക്കയിൽ ഉപേക്ഷിച്ചിട്ട് മദീനയിലേക്ക് പോവാൻ. മോമിനായതിൻ്റെ പേരിലാണ്, ഇല്ലെങ്കിൽ ഇതൊക്കെ സ്വന്തമാക്കാം. ഈമാൻ പുൽകിയ വ്യക്തിയായതിൻ്റെ പേരിൽ അദ്ദേഹം അതൊക്കെ അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറാകാണ്. ഒരു തടഞ്ഞു വെച്ചപ്പോൾ ശരി, ഈ സമ്പത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ നിൽക്കുന്നത്, കൊണ്ടുപോയിക്കോളം പറയാണ്. കോടിക്കണക്കിന് സ്വത്ത് നമ്മളങ്ങനെ കൊടുക്കുമോ? കൊടുക്കുകയാണെങ്കിൽ തന്നെ ആർക്കാ കൊടുക്കുക? മക്കൾക്കോ ഭാര്യയ്ക്കോ കുടുംബത്തിനോ? അങ്ങനെ ഇതാർക്കും അല്ല, മുശ്രിക്കീങ്ങൾക്ക് അവിശ്വാസികൾ കൊടുത്തിട്ട് പോവാ. ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടൂല. എന്നിട്ടോ വെറും കൈയോടുകൂടി മക്കയിലേക്ക് എങ്ങനെ വന്നോ അതേപോലെ പോവാൻ. ആലോചിച്ച് നോക്ക്, അതൊരു വല്ലാത്ത ഈമാനാണ്, ഈമാന്റെ സംരക്ഷണമാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് മദീനയിലേക്ക് ബഹുമാനപ്പെട്ടവരെ കടന്നു ചെല്ലുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ്. വമിനൻ നാസി മയ്യശ്രീ നഫ്സഹു ബിതിഗാ മർളാത്തില്ലാഹ് ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. സ്വന്തം ശരീരത്തെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായി തൻ്റെ ജീവിതത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയതായ ഒരായുസിന്റെ തലം മുഴുവനും കൊണ്ട് അധ്വാനിച്ചതായ സർവ്വസമ്പാദ്യവും മക്കയിലെ മുശ്രിക്കീങ്ങൾ നിർബന്ധം ചെലുത്തിയപ്പോ അതിനുവേണ്ടി കൊടുത്തിട്ട് ഈമാനിന് വില പറഞ്ഞുകൊണ്ട് കടന്നു വന്നതായ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു സാദാസീത മനുഷ്യനല്ല, അദ്ദേഹം അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയ വ്യക്തിയാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്. അല്ലാഹു എന്ന ദാസന്മാരോട് കൃപയുള്ളവനാ. സുഹൈബ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് മുന്നിൽ പറയുന്നു, ജാഅന റാബിഹു, ലാഭം കൊയ്ത കച്ചവടക്കാരൻ കടന്നു വരുന്നുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കച്ചവടം ചെയ്ത് തിരിച്ചു വരുമ്പോൾ കോടിക്കണക്കിന് ഡോളറുമായി റിയാലുമായി വരുന്നതാകുന്ന കച്ചവടക്കാരനെ പോലെ കയ്യിലൊന്നുമില്ലാതെ മദീനയിലേക്ക് കടന്നു വരുന്ന സ്വഹാബിയെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ജാഅന റാബിഹു, ഇതാ കച്ചവടക്കാരൻ, നല്ല ലാഭം കൊയ്ത കച്ചവടക്കാരൻ ഇതാ മദീനയിലേക്ക് കടന്നു വരുകയാണ്. സ്വഹാബ, നിങ്ങൾ ഈ കാണുന്ന സ്വയം ഒരു സാദാസീത മനുഷ്യനല്ല, ഈ മനുഷ്യന്റെ വിഷയത്തിലാണ് ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയത്. വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ബിതിഗാഅ മർളാത്തില്ലാഹ്. സ്വന്തം ജീവനെ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിച്ച് റബ്ബിന്റെ പൊരുത്തം വാങ്ങിച്ചെടുത്തതായ ആളുകൾ, അത് വാങ്ങിച്ചെടുത്ത കച്ചവടക്കാരനുണ്ട്, അല്ലാഹുവിൻ്റെതാകുന്ന ആളുകളാണ്. റബ്ബ് അവരെ വല്ലാതെ അംഗീകരിച്ചു പോയി എന്ന് വിശുദ്ധമായ ഖുർആൻ. ഒന്നുമില്ലാതെ പരിശുദ്ധ മദീനയിലേക്ക് വരികയാണ്. ആലോചിച്ചു നോക്ക്, നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യം ദീനിന് വേണ്ടി കൊടുക്കാൻ മുസ്ലിമെ നമുക്ക് തയ്യാറായിട്ടില്ല എങ്കിൽ, ആഖിറത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ, അതിലൂടെ കിട്ടുന്ന നേട്ടങ്ങൾ എത്രയോ ഹദീസുകളിലൂടെ, എത്രയോ ഖുർആനിക ആയാത്തുകളിലൂടെ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും ഈ സമ്പത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് നമുക്ക് നാളെ ആഖിറത്തിൽ ഗുണം ചെയ്യുമോ? ദീനിന് വേണ്ടി കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ചെറുപ്പക്കാരാ, സഹോദര സഹോദരി, പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുമോ? നാളെ ഈ സുഹൈബ് റളിയല്ലാഹുവിന്റെ മുന്നിലൊക്കെ നമുക്ക് പോയി നിൽക്കാൻ പറ്റുമോ? ഈ സുഹൈബ് റളിയല്ലാഹുവിനെ കൊണ്ടാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ മയ്യത്തിനെ നിസ്കരിപ്പിച്ചത്. ഇമാമത്ത് നിന്നത് ബഹുമാനപ്പെട്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നല്ല വലിയ വലിയ സ്വഹാബത്തുണ്ട്, കിബാറും മിന സ്വഹാബ.
എല്ലാവരും ചർച്ച ചെയ്തു ആര് നിൽക്കണം. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനാസയ്ക്ക് ഇമാമത്ത് നിൽക്കേണ്ടതാര്? അപ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു സുഹൈബ് നിൽക്കട്ടെ. കാരണം എന്തുകൊണ്ട്? ഖുർആനിൽ അള്ളാഹു പരിചയപ്പെടുത്തിയത് അള്ളാഹുവിന്റെ സംതൃപ്തി നേടിയെടുത്ത് സ്വന്തം ജീവൻ സമർപ്പിച്ചുകൊണ്ട് കടന്നു വന്ന സുഹൈബാൻ. എല്ലാ സമ്പത്തും ദീനിനു വേണ്ടി ത്യജിച്ച മനുഷ്യനാണ് അദ്ദേഹം മയ്യത്ത് ഇമാമത്ത് നിൽക്കട്ടെ, അദ്ദേഹമാണ് അർഹൻ. പഠിച്ചു വെക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉസ് സുന്നയാണ്. പ്രവാചകന്റെ തിരുസുന്നത്തുകൾ മുഴുവനും പഠിച്ചെടുത്ത് അതനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തിയതാകുന്ന പ്രവാചകന്റെ അനുചരന്മാരിൽ ശ്രദ്ധേയനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകനുണ്ട്. ആലിമാണ്, സ്വഹാബിയാണ്, പണ്ഡിതനാണ്, കിടയുറ്റ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പോലും മാറി നിന്നു. സുഹൈബ് റളിയല്ലാഹു അൻഹു എന്ന ഖുർആൻ പരിചയപ്പെടുത്തിയ, ഖുർആൻ വിശേഷിപ്പിച്ചതാകുന്ന സ്വഹാബി വര്യൻ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കട്ടെ. ഇതാണ് ഷാഫി മദ്ഹബിലെ മയ്യത്ത് നിസ്കാരത്തിന് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു മസല കൂടിയാണിത്. നമ്മുടെ നാട്ടിൽ ഒരു മയ്യത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ വാപ്പ മരിച്ചാൽ ആരാണ് ഏറ്റവും ഹഖ്? മകനാണ്. മകൻ ആലിമായാലും വലിയ വലിയ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ഉലമാക്കളൊക്കെ ആ ജനാസയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അവരെ നിർത്തി ഇമാമത്ത് നിർത്തുന്നതിലാണ് ഏറ്റവും ബറക്കത്ത്. മനസ്സിലാക്കണം. അത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകളെ മുഴുവൻ മുറുകെ പിടിച്ച മുത്തബിഉസ് സുന്ന ബഹുമാനപ്പെട്ടവരെന്ന് മനസ്സിലാക്കേണ്ട ആശയമാണത്. മാറിക്കൊടുത്തു അദ്ദേഹം നിന്നില്ല. മകനാണ്, ഞാനാണ് ഇതിന് അർഹനെന്ന് പറഞ്ഞ് വാശി പിടിച്ചില്ല. ഇന്നത്തെ തലമുറയിൽ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി കടിപിടി കൂടുകയാണ്. ഞാൻ നിൽക്കാം എന്നിട്ട് ചില ആളുകളെ മാറ്റി നിർത്തി മൂലയ്ക്ക് നിർത്തിയിട്ട് വേഗം തന്നെ പഠിപ്പിക്കാൻ. ചില ആളുകൾ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയുണ്ട്, നമുക്ക് തന്നെ നിസ്കരിക്കാൻ കേട്ടോ, വേറെ ആരെയും നിർത്തണ്ട, ബാബാ ഇങ്ങോട്ട് പോവാ, ഞാൻ പഠിപ്പിച്ചു തരാം. എന്നിട്ട് മക്കളെ മാറ്റി ഒരു മൂലയ്ക്ക് കൊണ്ട് നിർത്തിയിട്ട് മയ്യത്ത് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക. എപ്പോൾ ആപ്പായെ കൊണ്ടുവന്ന് പള്ളി കൊണ്ട് കടത്താൻ പോവാൻ, അപ്പോഴത്തേക്ക് ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുക കാര്യമായിട്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, തക്ബീർ കെട്ടിയിട്ട് ഒരു ഫാത്തിഹ, അടുത്ത് കെട്ടി ഇബ്രാഹിമെ സ്വലാത്ത്, അത് കഴിഞ്ഞ് ദുആ. അപ്പോൾ ഉമർ എനിക്ക് ദുആ അറിയില്ല. അത് കുഴപ്പമില്ലടാ, അള്ളാഹു മഗ്ഫിർ അത് പറഞ്ഞാൽ മതി, നീ വിഷമിക്കൊന്നും വേണ്ട, തെച്ചടിക്കണ്ട. അവസാനം ഇവനാകെ വെപ്രാളി, ഇവനാകെ ബുദ്ധിമുട്ടാണ്. വാപ്പ മരിച്ചതിൻ്റെ ടെൻഷൻ, അതിനിടയ്ക്ക് കുടുംബക്കാരുടെ നിർബന്ധം ചെലുത്തൽ. എന്തിനാണ് ഇങ്ങനെ? ഇത് നേരത്തെ പഠിച്ചു വെക്കണം. നല്ല റാഹത്തായി പഠിച്ചു വെച്ച് ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന മനുഷ്യനാണെങ്കിൽ മകൻ നിന്നോട്ടെ, പ്രശ്നമല്ല. പക്ഷെ വലിയ ആലിമീങ്ങൾ, വലിയ പണ്ഡിതന്മാർ വരുമ്പോൾ അവരെയൊക്കെ നിസാരവൽക്കരിച്ചിട്ട് ചെറിയ കുട്ടികൾ ഇങ്ങനെ കയറിയിട്ട് കറക്റ്റായിട്ട് 5 വഖത്ത് പള്ളിയിൽ പോലും ജമാഅത്തിനും ജുമഅയ്ക്കും വരാത്ത മക്കളൊക്കെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ളവരെ അപഹസിക്കാൻ. അവിടെ ഹക്കല്ല നോക്കേണ്ടത്, അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കണം. അതാണ് ആ പറഞ്ഞ ഷാഫി മദ്ഹബിൽ പറഞ്ഞതാകുന്ന കിതാബിൻ്റെ വിവക്ഷ. അതാണ് ഏറ്റവും ബന്ധപ്പെട്ടത് മകനാണ്, ശരി തന്നെയാണ്. പക്ഷേ മറ്റുള്ളവരെ മുന്തിക്കണം, അതാണ് അദബ്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ ഇതേപോലത്തെ ഒരു കസേര റെഡിയാക്കി ഞാൻ ഉമ്മറത്തിട്ടിരിക്കുകയാണ്. ആ കസേരയിൽ ഞാനേ ഇരിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഉസ്താദ് കടന്നു വന്നാൽ ആ ഉസ്താദിന് ഞാൻ ആ കസേരയിൽ ഇരുത്തണം. അതല്ലേ അതിൻ്റെ. അല്ലാതെ എനിക്ക് ബന്ധപ്പെട്ട കസേരയാണ്, എൻ്റെ കസേരയാണ്, ഞാൻ വേറെ ഒരുത്തനെ ഇരുത്തൂല എന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി അതിനകത്തോട്ട് കയറി ഇരിക്കാൻ പറ്റുമോ? അത് അദബ് കേടാണ്. എന്നതുപോലെയാണ് മയ്യത്ത് നിസ്കാരത്തിന് ഏറ്റവും ബന്ധപ്പെട്ടത് മകൻ തന്നെയാണ്. കാരണം കണ്ണീര് വരും മകന് വാപ്പയുമായിട്ടുള്ള ബന്ധം. വാപ്പയുമായി അങ്ങനെ ബന്ധമുള്ളവനാണെങ്കിൽ, കഞ്ചാവ് അടിച്ച് റോഡിലൂടെ നടക്കുന്നവനാണെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കണ്ണീരൊപ്പിച്ചിട്ടും ഗിർസലൻ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അഹക്കാണ്, ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മസലയുടെ അർത്ഥം ഇതാണ്, മനസ്സിലാക്കണം. ശരി തന്നെയാണ്. പക്ഷേ നമ്മളെക്കാൾ വലിയ ആലിമീങ്ങൾ, വലിയ വലിയ മഹത്തുക്കൾ വരുമ്പോൾ അവരെ അദബ് പാലിച്ചുകൊണ്ട് നിർത്തൽ ആലിമായ മക്കൾക്ക് പോലും അഭികാമ്യമാണ്. അതാണ് ഈ പറഞ്ഞതിനർത്ഥം. സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. വലിയ വലിയ പണ്ഡിതനാണ്, സാദാസീത വ്യക്തിയല്ല, ഒരു ആലിമോ ഒരു വലിയല്ല, ആരിഫും ബില്ലയാണ്. ഔലിയാക്കളിൽ പ്രമുഖരാകുന്ന വ്യക്തിത്വങ്ങളായ സ്വഹാബത്തിൽപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സ്വഹാബത്ത് നക്ഷത്രത്തെ തുല്യരാണ്, അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ ഹിദായത്ത് സിദ്ധിച്ചു എന്ന് പ്രവാചകർ അധ്യാപപ്പെടുത്തിയതാകുന്ന അടയാളപ്പെടുത്തിയ വ്യക്തിത്വങ്ങളിൽപ്പെട്ട ആളാണ്. പക്ഷെ എന്നിട്ട് പോലും അതബോടുകൂടി മാറി നിന്നു. ആർക്ക് വേണ്ടി? മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹു വേണ്ടി. കാരണം എന്താ? സുഹൈബ് റളിയല്ലാഹു അൻഹു ഖുർആൻ പുകഴ്ത്തിയ വ്യക്തിയാണ്, ഖുർആൻ ശ്രേഷ്ഠവൽക്കരിച്ച വ്യക്തിയാണ്. അതിനെ അംഗീകരിച്ചിട്ട് അദ്ദേഹമാണ് ആരുടെ മയ്യത്ത് നിസ്കരിച്ചത്? ഇമാം എന്നത്
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി ഇതിനേക്കാൾ തെളിവ് വേറെ വേണ്ട. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ ഒരു അവസ്ഥയിലേക്ക് സുഹൈബ് റളിയല്ലാഹുവിനെ എത്തിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വാഴ്ത്തി പറഞ്ഞു. സമ്പത്ത് മുഴുവനും മക്കക്കാർക്ക് കൊടുത്തിട്ട് അദ്ദേഹം വരികയാണ്. നബി തങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞത് ഏറ്റവും നല്ല ലാഭകരമായ ബിസിനസ് നടത്തി വന്ന വ്യക്തി എന്നാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ.